ആരോഗ്യമന്ത്രിക്കെതിരായി കേരളത്തിൽ ശക്തിയായിട്ടുള്ള കടന്നാക്രമണമാണ് കോൺഗ്രസും UDF-ഉം പ്ലാൻ ചെയ്തിരുന്നത്. അതിന് കാരണം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നമാണെന്ന് ഞാൻ കാണുന്നില്ല. കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഇന്ത്യയിലെയും ലോകത്തിലെയും ശ്രദ്ധയാകർഷിച്ച ഒന്നാണ്. ഇപ്പോൾ ശിശുമരണ നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്കയെക്കാളും മുന്നിലാണ് കേരളമുള്ളത്. മാത്രമല്ല, സകല ജനവിഭാഗങ്ങൾക്കും പാവപ്പെട്ടവർക്കെല്ലാം സൗജന്യമായ ചികിത്സ ഉറപ്പുവരുത്തുകയും സേവനം ഫലപ്രദമായി ഗവൺമെന്റ് ആശുപത്രികളിൽ നൽകുകയും ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും ഇതുപോലെ കേരളത്തെ പോലെയില്ല. അങ്ങനെയുള്ള കേരളത്തിലെ ആരോഗ്യ മേഖല ഇപ്പോഴും കുത്തകവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു വരികയാണ്. ഏറ്റവും നല്ല പ്രൈവറ്റ് ആശുപത്രികളെല്ലാം ലോകത്തിലെ അമേരിക്ക ഉൾപ്പെടെയുള്ള വലിയ കുത്തക കുടുംബങ്ങളുടെ ഓഹരി വിപണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായിട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം അതിനെ തകർക്കുക എന്ന ഉന്നത്തോടുകൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നത്. അത് ഈ പ്രതിപക്ഷ നേതാവ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജാഥയിലും രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു കളവാണ് പറയുന്നത്. ഒരു നുണ പറയുന്ന ജാതിയായിട്ടാണിത് മാറിയത്. അല്ലാതെ പകൽ വെളിച്ചത്തിലല്ലേ സംഭവം നടന്നത്. അവിടുന്ന് ആശുപത്രിയിലേക്ക് പോകുന്നു, അവിടെ പ്രശ്നം ഉണ്ടാവുന്നു. അങ്ങനെയാണല്ലോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചാൽ അതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അവരുടെ ലേബിളിൽ തന്നെ കയറി വീടാക്രമിച്ച് വീട്ടിൽ റീത്തി വെച്ചു. ഈ റീത്തി വെച്ചത് കേരളത്തിൽ ചില സ്ഥലത്തൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും അറിയാതെയാണ്. ഇത് പരസ്യമായി ഞങ്ങളാണ് റീത്ത് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നുള്ളതാണല്ലോ അതിന്റെ ശരിയായ സിംബോളിക്കായിട്ടുള്ള അർത്ഥം. അതിന്റെ തുടർച്ചയിലാണ് കണ്ണൂരിലെ പരിപാടിക്ക് പോയപ്പോൾ 5 കേന്ദ്രത്തിൽ പരിപാടിക്ക് പോയിട്ടുണ്ട്. ആ 5 കേന്ദ്രത്തിലും പ്രതിഷേധിച്ചിട്ടുണ്ടാവും. പ്രതിഷേധിക്കുന്നതിൽ കുഴപ്പമില്ല. അത് അങ്ങനെ ഒരു കേന്ദ്രമല്ല റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയത് 3:15. അപ്പോഴാണ് ഈ പറയുന്ന KSU യൂത്ത് കോൺഗ്രസ് ഗുണ്ടകൾ കടന്നാക്രമണം നടത്തിയത്. സ്പീക്കറും മുഖ്യമന്ത്രി അറിഞ്ഞു നടത്തിയ ആക്രമണം എന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. ഇതെങ്ങനെയാണ് ചെറുക്കാൻ തീരുമാനം, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള? അല്ല, ഇത് ജനങ്ങൾ അണിനിരത്തി തന്നെ അതല്ലേ ഇന്നലെ മുതൽ തുടങ്ങിയത്. ഇന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ പ്രകടനം എന്ന് പറയുന്നത് ജനകീയമായ ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ്. അത് സമാധാനപരമായ രീതിയിൽ വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.